11 ദിവസത്തെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർക്ക് ഒരു ചെറിയൊരു ബ്രീത്തിങ് ടൈം കൊടുത്തിരുന്നത് അയാളാണ്. അയാളും വാദിച്ചിട്ടൊന്നും നേടിയിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ഒരു 11 ദിവസത്തിൻ്റെ ആ ഒരു കാര്യം കാണിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു സംഭവം നേടിക്കൊടുത്തിട്ടുണ്ടായി. പിന്നെ പറഞ്ഞു ഇനി എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവുമായിരുന്നത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മുതിർന്ന ലീഡർമാരിൽ നിന്ന് അറിഞ്ഞതാണ്. അയാൾ ഡയറക്റ്റ് പറഞ്ഞല്ല, മുതിർന്ന ലീഡർമാരിൽ നിന്ന് പറഞ്ഞാണ്. ഇവരെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവർ വാങ്ങിയിരിക്കുന്ന ഡെപ്പോസിറ്റുകൾ ഏത് ഗണത്തിൽ പെടുമായിരിക്കും? ഇവരുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ബോണ്ടുകൾ ഏത് ഗണത്തിൽ പെടുമായിരുന്നു? ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട് അല്ലേ? ഇവരെത്ര ബോണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അത് ബോണ്ട് ഇറക്കാനുള്ള അധികാരമില്ല എന്നും അതൊക്കെ ഇത് ഗവൺമെൻറ് വെയിറ്റ് ചെയ്യാണ്. ഇവർ എത്രത്തോളം നമുക്കറിയാമല്ലോ, ചെമ്മീൻ ചാടിയ ചട്ടിയോളന്നില്ല, അത് നമ്മളിങ്ങനെ നോക്കി ഗവൺമെൻറ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഈ ചെമ്മീൻ എത്രത്തോളം ചാടും നമുക്ക് നോക്കാമല്ലോ എന്നിട്ടാകുമ്പോൾ അവസാനം ഒരു പറച്ചിലുണ്ട്. അപ്പോൾ എടുത്ത് കാണിക്കും, എടുത്ത് വീശും. ഇവർ വാങ്ങിയിരിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് വീശും. എന്നിട്ട് പറയും ഇങ്ങനെ ഡെപ്പോസിറ്റ് വാങ്ങാൻ ഈ കമ്പനിക്ക് അധികാരമില്ല, അത് ബഡ്സ് തന്നെയാണ് പെടുന്നത് എന്ന്. അപ്പോഴാണ് ഈ ലീഡർമാർ ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, വക്കീലിന് അറിയില്ലല്ലോ. വക്കീൽ ഇത് വല്ല ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള കമ്പനിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ കമ്പനിയെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയായിരിക്കാം വക്കീലിനും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ലീഡർമാർ തങ്ങളുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ എടുത്തു കൊടുത്ത് കേസ് നടത്തി, അല്ലെങ്കിൽ അവർ പെടുമായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ